പക്ഷേ എറണാകുളം മലയിടംതുരത്ത് നിവാസികൾക്ക് ഇന്ന് നിർണായക ദിവസമാണ്. കുടിയൊഴിപ്പിക്കലിന് കോടതി നൽകിയ സമയപരിധി ഇന്ന് അവസാനിക്കുന്നു. കുടുംബങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച് മലയിടംതുരത്തിൽ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധമുണ്ട്. അതിനിടെ സർക്കാർ കോടതിയെ സമീപിക്കുമെന്നാണ് പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി കെ.എ. തുളസി പറഞ്ഞത്. കോടതിയിൽ നിന്ന് പ്രതികൂലമായ വിധിയാണ് ഉണ്ടാവുന്നതെങ്കിൽ കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കും. 10 വർഷം വിഷയത്തിൽ ഇടപെടാത്തവരാണ് ഇപ്പോൾ പ്രതികരിക്കുന്നത് എന്നും പറയുന്നു മന്ത്രി. അതിപ്പോൾ കോടതിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സാവകാശം ചോദിച്ചിട്ടുണ്ട്. വകുപ്പിന് ചെയ്യാനുള്ളത് ഇതാണ്. കോടതി ഉത്തരവ് വളരെ ദൃഢമായിട്ട് നിലനിൽക്കുകയാണ് എങ്കിൽ നമുക്ക് ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം നമ്മുടെ മുന്നിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ആളുകളെ ഏറ്റവും അടിയന്തരമായിട്ട് പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. അത് പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഏകപക്ഷീയമായിട്ടുള്ള നടപടി ആയിരിക്കില്ല. അവിടുത്തെ ആളുകളുമായിട്ട് സംസാരിച്ച് അവരുമായിട്ട് കൂടിയാലോചിച്ച് മാത്രമേ ഗവൺമെൻറ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടികളിലേക്ക് പോവുകയുള്ളൂ. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പ്രശ്നങ്ങളിലേക്ക് വന്ന് നടുക്ക് നിന്ന് ഇത്തരത്തിൽ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നത് ഈ കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളായ ചിന്തിക്കാൻ കഴിവുള്ള ആളുകൾ വിലയിരുത്തും എന്നുള്ളതാണ് അവരോടൊക്കെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. മലയിടംതുരത്തിൽ നിന്നും ആൻ മരിയ സണ്ണി വാർത്തകൾ ഒരുമിച്ചിരുന്നു. അതിലെ രാഷ്ട്രീയ പോരെന്തുമായിക്കോട്ടെ, ദീർഘനാൾ അവിടെ താമസിച്ചവർക്ക് അവരുടെ കിടപ്പാടം നഷ്ടപ്പെട്ട് വഴിയാധാരമാവുന്നില്ല എന്നുറപ്പാക്കാൻ ഈ സമയം നമുക്ക് കഴിയുന്നുണ്ടോ? ആൻ ഹാഷ്മി, ഏകദേശം നമുക്ക് അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. കാരണം അതിലൊരു സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാക്കുന്നത് കോടതിയിലേക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ ഒരു ആശ്വാസം നൽകുന്ന കാര്യമാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ഇത് കോടതിയുടെ കീഴിൽ നിലനിൽക്കുന്ന ഒരു കേസ് ആയതുകൊണ്ട് തന്നെ അപ്പോഴും ആശങ്ക അത് പൂർണ്ണമായിട്ട് ഒഴിയുന്നില്ല. നമ്മളിപ്പോൾ കാണുന്നത് അത് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഈ മലയിടംതുരത്ത് പ്രദേശവാസികൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു ഐക്യദാർഢ്യ സദസ്സാണ്. ഇത് ഏകദേശം വർഷങ്ങളായിട്ട് ഇവരുടെ നേതൃത്വത്തിൽ ഇങ്ങനെ സമരവും ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഐക്യദാർഢ്യ പരിപാടികളൊക്കെ നടക്കുന്നത് നമ്മൾ കാണുന്നതാണ്. പക്ഷേ കഴിഞ്ഞ ദിവസത്തിന് ശേഷമാണ് ഇത് അല്പം കൂടുതൽ ശക്തമാകുന്ന രീതിയിലേക്ക് പോകുന്നത്. നമ്മളെല്ലാം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കണ്ടതുപോലെ തന്നെയാണ്. തിങ്കളാഴ്ചയാണ് സർക്കാർ ഹൈക്കോടതിയെ സമീപിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഹൈക്കോടതിയെ കാര്യങ്ങളെല്ലാം ബോധിപ്പിക്കും. അതിനുശേഷം തീരുമാനം എന്തായിരിക്കും, അതായത് കോടതിയുടെ ഭാഗത്തു നിന്ന് വരുന്ന തീരുമാനം എന്തായിരിക്കും, അതനുസരിച്ചായിരിക്കും മുൻപോട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക എന്നാണ് ഇന്നലെ ചേർന്ന ചർച്ചയിലും അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തലയും അതോടൊപ്പം ഇപ്പോൾ മന്ത്രിയും സൂചിപ്പിച്ചിരിക്കുന്നത്. ഏതറ്റം വരെയും പോകും, അതായത് സുപ്രീം കോടതി വരെ പോകുന്നത് പോലും മടി കാണിക്കുകയില്ല എന്നടക്കം ഇന്നലെ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ആളുകൾ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നതാണ്. അഭിഭാഷക കമ്മീഷന് ഇന്നെത്താൻ വേണ്ടിയിട്ടാണ് സമയം നൽകിയിരിക്കുന്നത്. അതായത് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് അഭിഭാഷക കമ്മീഷനോട് പെരുമ്പാവൂർ മുനിസിപ്പൽ കോടതി അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അദ്ദേഹം ഇവിടെ വരേണ്ടതാണ്. പക്ഷേ പോലീസിന്റെ ഭാഗത്തു നിന്നും യാതൊരു തരത്തിലുമുള്ള ഇടപെടലുകളൊന്നും ഉണ്ടായിരിക്കുകയില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അതിന് ഉറപ്പും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും മറ്റ് ഇടപെടലുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കില്ല എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് തന്നെ അഭിഭാഷക കമ്മീഷൻ വരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു ആശങ്ക തുടരുകയാണ്. കാരണം ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലെല്ലാം ഇത്രയും ആളുകളെല്ലാം ഇവിടെ കൂടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രദേശവാസികളുമുണ്ട്. അവർ നേരത്തെ മുതൽ തന്നെ വലിയ പ്രതിഷേധമൊക്കെ അദ്ദേഹം വന്ന സമയത്തൊക്കെ കാഴ്ചവെച്ചിട്ടുള്ള ആളുകളുമാണ്. അതുകൊണ്ട് അദ്ദേഹം വന്നാൽ ഇവർ ഏത് രീതിയിൽ പെരുമാറും അല്ലെങ്കിൽ ഏത് രീതിയിലായിരിക്കും ഇവർ അഭിപ്രായങ്ങൾ പറയാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളിലെല്ലാം ഒരു സംശയം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ അദ്ദേഹം വരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. സാധാരണ നിലയിൽ 11 മണിക്കോടുകൂടി അദ്ദേഹം എത്തുന്നതാണ്. നിലവിൽ ഇതുവരെ എന്തായാലും എത്തിയിട്ടില്ല. ഇവിടെ വീട്ടുകാരൊക്കെ ഇവിടെ ഉണ്ട്. ചേച്ചി, ഇന്നലെ ചേർന്ന ചർച്ചയിലെത്തി ആൻ മരിയ സണ്ണി ആ വാർത്തയുടെ വിവരങ്ങൾ നൽകുമായിരുന്നു. മലയിടംതുരത്തിൽ പ്രതിഷേധങ്ങൾ തുടരുകയാണ്. എന്തായാലും സർക്കാർ അതിൽ ഇടപെടുന്നു. പോലീസ് ഇനി വരില്ല എന്ന ഉറപ്പ് സർക്കാർ അവർ കൊടുത്തിട്ടുണ്ട്. കോടതി ആ വിഷയത്തിൽ കട്ടയ്ക്ക് നിൽക്കുകയാണെങ്കിൽ അവരെ പുനരധിവസിപ്പിക്കും. 8 കുടുംബങ്ങൾ ആണുള്ളത്. പുനരധിവാസം അത്ര വലിയ ഒരു ഹിമാലയൻ ടാസ്ക് ആവാൻ ഇടയില്ല. 8 കുടുംബങ്ങൾ എന്ന് പറയുന്നത് എത്ര പേർക്ക് ഒരു ഭൂമിയോ വീടോ കണ്ടെത്താൻ അത്ര പ്രയാസം ഉള്ള കാര്യമാണോ എന്നറിയില്ല. എന്തായാലും കോടതിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തലാണ് പ്രധാനം. അതിന് കാരണം എന്താണ്? അതിന് കാരണം അവർ സർക്കാർ കൊടുത്തതാണ് വീട്ടു നമ്പർ, സർക്കാർ കൊടുത്തതാണ് വൈദ്യുത കണക്ഷൻ, സർക്കാർ കൊടുത്തതാണ് കുടിവെള്ള കണക്ഷൻ. ദീർഘകാലമായി കഴിയുന്നവരാണ്. ആ മണ്ണിൽ നിന്ന് ഓൺ എ ഫൈൻ ഡേ ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞാൽ അങ്ങനെ പോൽ നടക്കുന്ന കാര്യമാണോ എന്ന കാര്യം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവരെ വേറൊരു സ്ഥലത്തേക്ക് പറിച്ചു നടൽ എത്രത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് എല്ലാവർക്കും ഊഹിക്കാവുന്നേ. കോടതിയെ പറഞ്ഞ് ഇനി കോടതി തെറ്റിദ്ധരിക്കപ്പെട്ടതാണെങ്കിൽ അതിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തലാണ്, അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള എഫക്റ്റീവ് സ്റ്റെപ്പുകളാണ് സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നത്. എന്തായാലും റോജി എം ജോണിൻ്റെ അടക്കം നേതൃത്വത്തിൽ ചർച്ചകൾ നടന്നു. പോലീസ് എന്നെത്തില്ല എന്നാണ് സർക്കാർ കൊടുത്തിരിക്കുന്ന ഉറപ്പ്. അവിടെ പ്രതിഷേധങ്ങൾ തുടരുന്നുണ്ട്. ഡിവൈഎഫ്ഐ പ്രതിഷേധം തുടരുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.